ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീ ജഗദീഷ് പണ്ഡിറ്റിൻ്റെ ആവിർഭാവ ദിവസമാണ്. അദ്ദേഹം ഒരേ സമയം നിത്യാനന്ദ പ്രഭുവിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും പാർഷദനാണ്. ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, കൃഷ്ണലീലയിൽ അദ്ദേഹം ചന്ദ്രഹാസൻ എന്ന നർത്തകനായിരുന്നു എന്ന്. ചൈതന്യ ചരിതാമൃതം ആദിലീലയിൽ ഇങ്ങനെ പറയുന്നു, ശ്രീ ജഗദീഷ് പണ്ഡിറ്റ് ലോകരക്ഷകനാണ്. ആകാശത്തിലെ ഇടതൂർന്ന ഇരുണ്ട മേഘക്കൂട്ടം മഴ പെയ്യ്ക്കുന്നത് പോലെ അദ്ദേഹം കൃഷ്ണപ്രേമമാകുന്ന അമൃത് വിതരണം ചെയ്യുന്നു. മാതാപിതാക്കൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തരായിരുന്നു. അവരുടെ മരണശേഷം ശ്രീ ജഗദീഷ് പണ്ഡിറ്റ് ഭാര്യ ദുഃഖിനി ദേവിക്കൊപ്പം ഗംഗാതീരത്തേക്ക് താമസം മാറ്റി. സഹോദരനായ ഹിരണ്യനും അവരോടൊപ്പം വന്ന് താമസിച്ചു. ഒരു ദിവസം കുട്ടിയായിരുന്ന ഗൗരഹരി നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. മാതാപിതാക്കൾ കാരണം അന്വേഷിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഏകാദശി ദിനമായ ഇന്ന് ജഗദീഷിൻ്റെയും ഹിരണ്യൻ്റെയും വീട്ടിൽ ഭഗവാൻ ഹരിക്കായി അരി കൊണ്ടുള്ള ആഹാരം സമർപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. എനിക്കത് കഴിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ സൗഖ്യമായിരിക്കും. മകൻ്റെ ഈ അസാധ്യമായ അഭ്യർത്ഥന കേട്ട് ശചി മാതാവ് തലയിൽ കൈവച്ചു. കുട്ടിയുടെ വാക്കുകൾ കേട്ട് അയൽക്കാർ അത്ഭുതത്തോടെ ചിരിച്ചു. ഇത്രയും ചെറിയ കുട്ടിക്ക് ഇന്ന് ഏകാദശിയാണെന്നും ജഗദീശനും ഹിരണ്യനും ഭഗവാന് അരി കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കുന്നു എന്ന വിവരം എങ്ങനെ അറിയാനായി എന്ന് ചിന്തിച്ച് അവർ ആശ്ചര്യപ്പെട്ടു. സ്ത്രീകൾ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട നിമായി, ഇനി കരയരുത്, ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. കുട്ടിയുടെ ആഗ്രഹം അറിഞ്ഞ ജഗദീശനും ഹിരണ്മയനും അത്യധികം ആനന്ദിച്ചു. പരമപുരുഷനായ ഭഗവാനാണ് ജഗന്നാഥ് മിശ്രയുടെ വീട്ടിൽ അവതരിച്ചിരിക്കുന്നത് എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ ഭഗവാൻ ഹരിക്കായി തയ്യാറാക്കിയതെല്ലാം ശ്രീ ഗൗരഹരിയുടെ മുൻപാകെ കൊണ്ടുപോയി സമർപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ആവശ്യപ്പെട്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ദയവായി ഇതെല്ലാം സന്തോഷത്തോടെ കഴിക്കൂ, ഇനി കരയരുത്. ഇത് കണ്ട ഉടൻ കുട്ടി കരച്ചിൽ അവസാനിപ്പിച്ചു. ഭഗവാൻ അത് സ്വീകരിച്ചു. പ്രസന്നനായ ഭഗവാൻ തൻ്റെ ബാലഗോപാല രൂപം അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് മുൻപിൽ ഏറ്റവും ആകർഷകവും മനോഹരവുമായ ആ കാഴ്ച വെളിപ്പെട്ടു. അവർ രണ്ടുപേരും ഉച്ചത്തിൽ ഹരി ഹരി എന്ന് പറഞ്ഞു. ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ കൃഷ്ണലീലയിൽ ഇരുവരും വിപ്രപത്നിമാരായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ജഗദീഷ് പണ്ഡിറ്റിനോട് പ്രാർത്ഥിക്കാം. എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ സേവനത്തിലൂടെ ഭഗവാൻ ഗൗരഹരിയെ സന്തോഷിപ്പിച്ചത്, അതേപോലെ നമ്മുടെ സേവനത്തിലൂടെ ചൈതന്യ മഹാപ്രഭുവിനെ സന്തോഷിപ്പിക്കാനാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.